ദുരന്ത ബാധിതരുടെ ആശങ്കകൾ തുടരുന്നു. ഇന്ന് മേപ്പാടി യാത്രയിലൂടെ എത്തിയപ്പോൾ മുണ്ടക്കൈ പുഞ്ചിരിമട്ടം സ്വദേശിയായ നൌഷാദ് പൂങ്കുയിലിന്റെ വീട്ടിലെത്തി. അദ്ദേഹം സർക്കാർ സംവിധാനങ്ങളെല്ലാം കിട്ടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ടതാണ്. അദ്ദേഹത്തിന് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നുമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ പരിസരത്ത് ഉള്ള ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴും ഈ ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഇദ്ദേഹം ഇതിനു വേണ്ടി എന്നും ഗ്രൂപ്പുകളായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിനും ഒരുപാട് പറയാനുണ്ട്. അദ്ദേഹം നമ്മൾക്ക് വേണ്ടി ആ കാര്യങ്ങൾ പറയുന്നതാണ്. അതായത് മുണ്ടക്കായില് ഇപ്പോ എനിക്ക് എൻ്റെ കുടുംബത്തിന് വീട് പാസ്സായിട്ടുണ്ട്, എൻ്റെ സഹോദരങ്ങൾക്ക് പാസ്സായിട്ടുണ്ട്. എങ്കിൽ കൂടി എൻ്റെ അടുത്ത് 5 സെന്റ് സ്ഥലമുള്ള ഒരു അയ്യപ്പേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അതായത് തൊട്ട പുറകിൽ അദ്ദേഹത്തിന് സ്ഥലം മാത്രമേ അവിടെ ഉള്ളൂ. അദ്ദേഹത്തിന് ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ അദ്ദേഹത്തിന് അനുഗ്രഹമായിട്ടുള്ള, അദ്ദേഹത്തിന് ആവശ്യം ഒരു വീടാണ്. അത് ഇതുവരെ അദ്ദേഹത്തിന് അത് പാസ്സായിട്ടില്ല. അദ്ദേഹത്തിന്റെ മകനെ ഞാൻ കണ്ടിരുന്നു. ഇതിനിടക്ക് കളക്ടറേറ്റിൽ പോയപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ എൻ്റെ ജ്യേഷ്ഠനുണ്ട്, അഷറഫ് എന്ന് പറയും. അദ്ദേഹത്തിനും അവിടെ സ്ഥലം ഉണ്ടായിരുന്നു, വീടില്ല. അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കളുണ്ട്, എൻ്റെ നാട്ടുകാരുണ്ട്. അവർക്കൊക്കെ വീടില്ലെങ്കിലും അവിടെ സ്ഥലം ഉണ്ടായിരുന്നു, കൃഷികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം ഇതിൽ ഉൾപ്പെടാത്തതിൽ ഭയങ്കര ആശങ്കയുണ്ട്. എന്നെ സംബന്ധിച്ച് നമ്മളെ നാടാണ്, നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് അവിടെ ജീവിച്ചത് അതേപോലെ തന്നെ ഇങ്ങോട്ട് മാറി താമസിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കോ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിനോ ഒക്കെ ആയതുകൊണ്ട് കാര്യമല്ല, നാട്ടിലുള്ള എല്ലാവർക്കും ആ ഒരു ആനുകൂല്യങ്ങൾ കിട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ കുറേ ആളുകൾക്ക് 9,000 വെച്ച് കിട്ടുന്നില്ല. അപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ അവർക്ക് ഓട്ടോറിക്ഷ ഉണ്ട് അല്ലെങ്കിൽ ജോലിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് ഇപ്പൊ കൊടുത്തുകൊണ്ടിരുന്നത് നിർത്തലാക്കിയിട്ടുണ്ട്. അത് ഞങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പോൾ അവർക്ക് സർക്കാർ നോക്കുമ്പോൾ അത് ജോലിയുള്ള ആളുകൾ തന്നെയാണ്, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഉണ്ട്. പക്ഷെ എങ്കിൽ കൂടിയിട്ട് ദുരന്തത്തെക്കാൾ വലിയൊരു ദുരന്തമാണ് ഇപ്പോൾ നമ്മുടെ ചൂരൽമല, മുണ്ടക്കായി, അട്ടമല, ഏകദേശം പുത്തുമല, ഏലവയൽ ആ ഭാഗത്തുള്ള ആളുകളുടെ അവസ്ഥ. കാരണം വൈകിട്ട് 5 മണിയാകുമ്പോഴേക്ക് അവിടെ ഒരു ശ്മശാന ഭൂമി പോലെ, ആകെ എന്താ പറയാ, ഒരു ആളനക്കല്ലാത്ത ഒരവസ്ഥ. അങ്ങനെ ആയിരുന്നില്ല നമ്മുടെ നാട്. വൈകിട്ട് 5 മണി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളിറങ്ങുന്ന ചെറിയൊരു പട്ടണമായിരുന്നു ചൂരൽമല. ഇന്ന് അതിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇതിൽ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാരായാലും കച്ചവടം ചെയ്തിരുന്നവരായാലും ഇപ്പൊ ചെയ്യുന്നവരായാലും അവരൊക്കെ രാവിലെ ഓട്ടോറിക്ഷ കൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്, ജീപ്പ് എടുത്ത് പോകുന്നുണ്ട്, കച്ചവട സ്ഥാപനങ്ങൾ തുറക്കുന്നുണ്ട്. പക്ഷെ അതിലൊന്നും അവർക്ക് അതിലൊരു വരുമാനം കിട്ടുന്നില്ല. അവർ വീട്ടിൽ കുടുംബത്തിന് പോലും ചെലവ് ചെയ്യാനുള്ള രീതിയിൽ അവർക്ക് അവിടുന്ന് ഒരു വരുമാനം കിട്ടുന്നില്ല. അപ്പോ അവർക്കൊന്നും ഈ 9,000 അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും കിട്ടുന്നുമില്ല. അതുകൊണ്ട് അവരെയും കൂടി ഇതിലെല്ലാം ഉൾപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ കാര്യങ്ങളും സർക്കാരും നമ്മുടെ ഭരണ സംവിധാനങ്ങളും എല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. അതായത് നമുക്ക് മാത്രമേ അതെല്ലാം ചെയ്തു തരുന്നുള്ളൂ. പക്ഷെ ഇതുമാതിരി ഉരുൾപൊട്ടി അതിൽ ഉൾപ്പെടാത്ത ആളുകൾ കുറെ ആളുകളുണ്ട്. അവർക്കൊന്ന് ജീവിതമാർഗം വഴിമുട്ടി നിൽക്കുകയാണ്. അപ്പൊ അവരെയും കൂടി സംരക്ഷിക്കണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ. അതുപോലെ തന്നെ നമുക്ക് ഈ മുണ്ടക്കൈ പ്രദേശത്ത് തന്നെ ഇനിയൊരു 10-30ഓളം പേര് നിങ്ങൾ പറഞ്ഞതുപോലെ സ്ഥലമായിട്ടും വീടായിട്ടുണ്ടായിരുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ട ഒരു ഭാഗമാണ് പടവെട്ടിക്കുന്ന്. പടവെട്ടിക്കുന്ന് 2019 പൊട്ടിയ സമയത്ത് പോലും ജോൺ മത്തായി പോലും അദ്ദേഹത്തിന്റെ ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. അപ്പൊ അവിടെയുള്ള ആളുകളെയും അതേപോലെ തന്നെ ഈ പറയുന്ന റാട്ടപ്പാടി, അട്ടമല പ്രദേശത്തുള്ള ആളുകള്, പുതിയ വില്ലേജ് ഓഫീസിന്റെ പരിസരത്ത് അതിന്റെ മുന്നിൽ തന്നെ കിടക്കുന്ന ഒരാൾ, നമ്മളെ പേരെടുത്ത് പറയാൻ പറ്റുകയാണെങ്കിൽ നമ്മളെ ബീരാങ്കാക്ക പോലുള്ള ആളുകൾ പോലും അതിന്റെ ആശങ്കയിൽ കഴിയുകയാണ്. ഇത്രയുമുള്ള ആളുകളെ നമ്മൾക്ക് ഇതിനകത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇപ്പോ നിങ്ങൾ ഒരു ദുരന്തബാധിതൻ എന്നുള്ള അവസ്ഥയും അതേപോലെ തന്നെ പാവപ്പെട്ടവന്റെ വേദന അറിയാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളും കൂടിയാണ് താങ്കൾ. അപ്പോ നിങ്ങൾക്ക് ഈ ഒരു വിഷയമായിട്ട് ഇനി എന്താണ് പറയാനുള്ളത്? തീർച്ചയായും അവരെല്ലാം ഇതിൽ ഉൾപ്പെടുത്തണം തന്നെയാണ് എനിക്ക് സർക്കാരിനോട് അപേക്ഷിക്കാനുള്ളത്. കാരണം ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ
അവരും ഒരു ദുരന്തത്തിൽ അവര് പെട്ടിട്ടില്ല എങ്കിൽ കൂടി ഇപ്പോ അവർ അനുഭവിക്കുന്ന ഒരു ദുരന്തം തന്നെയാണ്. അവിടെ ഞാൻ പറഞ്ഞ മാതിരി തന്നെ ജോലിന്റെ കാര്യത്തിലും മറ്റുള്ള കാര്യങ്ങളിലും വാഹന സൗകര്യങ്ങളാണെങ്കിലും വൈകുന്നേരം മൃഗങ്ങളുടെ ശല്യം വളരെ കൂടുതലാണ് ഇപ്പോൾ. ആനയും ഏഹ് എല്ലാ മൃഗങ്ങളും വളരെ മോശമായിട്ടാണ് വൈകിട്ട് ഒരു 5-6 മണി കഴിഞ്ഞാൽ അവിടെ വിരയിക്കുന്നത്. അതുകൊണ്ട് അവർക്കും അവരെ മക്കളൊക്കെ അവിടെ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് നമുക്ക് കാണുമ്പോൾ നമുക്ക് പ്രയാസമുണ്ട്. അവരെല്ലാം ചേർത്ത് നിർത്തണം എന്ന് തന്നെയാണ് അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ എല്ലാ ഗ്രൂപ്പിലും അതേമാതിരി എൻ്റെ സുഹൃത്തുക്കളായ എല്ലാവരോടും, അതായത് സർക്കാരിനോടാണെങ്കിലും എനിക്ക് പറയാനുള്ളത്, നമ്മളെപ്പോലുള്ള ആളുകൾ തന്നെയാണ് അവരെല്ലാവരും. അവർ നമ്മൾ കൂടെ നിർത്തണം, ചേർത്ത് നിർത്തണം. അതന്നെയാണ് എൻ്റെ ആഗ്രഹം. അജയ് അതുപോലെ തന്നെ അജയ് നേരത്തെ ചോദിച്ച ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം. കാരണം ഇപ്പൊ നമ്മുടെ മുണ്ടക്കായ് പുഞ്ചിരിമട്ടം എന്ന ഭാഗം പൂർണ്ണമായിട്ട്, മുണ്ടക്കായ് അടക്കം പൂർണ്ണമായിട്ട് നിശേഷം നഷ്ടപ്പെട്ട ഒരു ഭാഗമാണ്. ആ പുഞ്ചിരിമട്ടത്തുണ്ടായിരുന്ന ആളാണ് ഞാൻ. ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളത് എനിക്കറിയില്ല. അത് പിന്നെ പറഞ്ഞാൽ തീരാത്തൊരു കഥയാണ്. അത് എന്തോ ഒരു ആയുസിന്റെ ബലം, ദൈവത്തിന്റെ എന്തോ ഒരു കയ്യൊപ്പ് എന്ന് പറഞ്ഞ മാതിരി അതിൽ പെട്ട ഒരാളാണ് ഞാൻ. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും എൻ്റെ കുടുംബത്തിലുള്ളവരും എൻ്റെ കൂട്ടുകാരും എൻ്റെ നാട്ടുകാരും എല്ലാവരും കുറേ ആളുകൾ ഞങ്ങൾക്കിന്ന് നഷ്ടപ്പെട്ടു. ഇപ്പോഴും രാത്രി ചില ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഭയങ്കര വിഷമം, പ്രയാസമുണ്ട്. കാരണം അവരൊക്കെ ഓർത്ത് ഒരു ദിവസം പോലും നമ്മൾ അവരെ ഓർക്കാത്തതില്ല. ഇനിയും ഞങ്ങൾ മരിക്കുന്നവരെ ഞങ്ങൾ അവരെ ഓർത്തുകൊണ്ടേയിരിക്കും. കാരണം അത് ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. ഇപ്പം ഞങ്ങൾ ജീവിക്കുന്ന അവരുടെ ആ ഒരു കാരുണ്യത്തിലും അവര് ഒരു അനുഗ്രഹത്തിലുമാണ് എന്നാണ് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ ബലി കൊടുത്ത കുറേ ആളുകളുണ്ട്. അവരൊന്നും ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല ഒരിക്കലും. പറഞ്ഞു വരുമ്പോൾ ഒരുപാട് വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അത് ഇനി ഈ ഞാൻ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ ഈ പടവെട്ടിക്കുന്നാണെങ്കിലും ഇപ്പോൾ അട്ടമല ഭാഗമാണെങ്കിലും ഈ ചൂരൽമല ഭാഗമാണെങ്കിലും ഒക്കെ അവിടെയൊക്കെ ഒരുപാട് സുഹൃത്തുക്കളും സഹോദരങ്ങളും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അവർക്ക് ഇത് ഒരു ഇനിയൊരു അവസ്ഥ, ഇങ്ങനെ ഞങ്ങളൊരവസ്ഥ അവർക്ക് ഇനി വരാൻ പാടില്ല. കാരണം നമ്മൾ പേരെടുത്ത് പറയാൻ പറ്റുന്ന ആളുകളാണ്. ഇപ്പൊ മുകളിൽ നിന്ന് വരികയാണെങ്കിൽ സുബ്രഹ്മണി, അവിടുന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒരുപാട് പേര്, താഴെ വരുമ്പോൾ വിജി അടക്കം ഒരുപാട് പേര്, ഇസ്ഹാക്ക്, അങ്ങനെ ഒരുപാട് പേര് നമുക്ക് ഇനിയും അവിടുന്ന് മാറ്റി പാർപ്പിക്കുന്നുണ്ട്. അപ്പൊ സർക്കാർ എന്തായാലും അതിനൊരു നല്ലൊരു തക്കതായ ഒരു തീരുമാനങ്ങൾ എടുക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ പടവെട്ടിക്കാരെയും ഈ മുണ്ടക്കായ്ക്കാരെയും ഈ കുറഞ്ഞ ഇനി നമുക്ക് സർക്കാർ സംവിധാനം അത്രയും നല്ല രീതിയിൽ കൈകാര്യം ചെയ്തൊരു സംഭവമാണ്. അതെ അതിനകത്ത് ഈ ഒരു ചെറിയ പോരായിക എന്ന് പറയുന്നത് ഈ പറയുന്ന 49 പേരുടെ ലിസ്റ്റ് ഇറക്കിയ സമയത്ത് ഇവരെയും കൂടെ ഇതിനകത്ത് കൂട്ടിച്ചേർത്തിരുന്നെങ്കിൽ ഈ നന്നായിരുന്നു. ഒരു ചോദ്യം പോലും ഒരാൾ ഇപ്പൊ അനർഹരായി വാങ്ങി എന്ന് പോലും പറയാൻ ആരും ഉണ്ടാവില്ലായിരുന്നു. അതെ ഇപ്പോ പലരും നമ്മൾ ഗ്രൂപ്പ് ചർച്ചകൾ നടക്കുമ്പോൾ പോലും അനർഹരായിട്ടുള്ള പല ആളുകളും പലതും വാങ്ങിക്കൂട്ടി എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെയും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ഒരു ചർച്ച പോലും ഒരു ഗ്രൂപ്പിലൂടെ ഒന്നും ഉണ്ടാവില്ല. ഈ സർക്കാരിന്റെ പുനരധിവാസ ലിസ്റ്റ്, അന്തിമ ലിസ്റ്റ് എന്ന് പറയുന്നത് അന്തിമമായേനെ. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് അറിയില്ല. എന്തായാലും ഈ പറയുന്ന എല്ലാ വോയിസുകളും മന്ത്രിമാരുടെ തലത്തിലേക്കൊക്കെ എത്തുന്നുണ്ടെന്നും താങ്കളുടെ ഈ ഒരു വീഡിയോ പോലും റവന്യൂ മിനിസ്റ്ററുടെ കയ്യിലേക്ക് എത്തുന്നു നമുക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കണ്ടതിന് ശേഷം ഇവരെല്ലാം നല്ല രീതിയിലുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കട്ടെ എന്നാണ് നമുക്ക് ഈ ഒരു അവസ്ഥയിൽ പറയാനുള്ളത്. ഇനി എന്താണ് താങ്കൾക്ക് ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടി പറയാനുള്ളതെന്ന് വെച്ച് പറഞ്ഞു. ഇതന്നെ സർക്കാർ പിന്നെ എന്തായാലും ഒരു തക്കതായ ഒരു മറുപടി ഇതിന് കൊടുക്കണം ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. ജനങ്ങൾ കുറെ ആളുകൾ ഇനിയും ആശങ്കയിലുണ്ട്. അവരെ കൂടെ ചേർത്ത് നിർത്തണം എന്നുള്ള ആഗ്രഹം തന്നെയാണ്. ആരെയും നമ്മൾ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ സർക്കാരിനെയോ അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങളെയോ MLA യോ അല്ലെങ്കിൽ MP യോ അല്ലെങ്കിൽ ഒരു സർക്കാർ ജനങ്ങളാൽ തെരഞ്ഞെടുത്ത ആളുകളെ ഒന്നും കുറ്റപ്പെടുത്താനൊന്നുമില്ല. എല്ലാവരും ആത്മാർത്ഥമായിട്ട് തന്നെ സംഘടനകളാണെങ്കിലും സർക്കാരാണെങ്കിലും നല്ല രീതിയിൽ തന്നെയാണ് ഞങ്ങളെ സംരക്ഷിച്ചിട്ടുള്ളത്. അതിന് സർക്കാരിനോട് പ്രത്യേകം നന്ദി പറയാനുണ്ട്. ഇവിടെയുള്ള MLA യോട് പറയാനുണ്ട്, എല്ലാവരോടും ഉണ്ട്. എങ്കിൽ കൂടി നമ്മളെ സംബന്ധിച്ച് ഞങ്ങളെ കൂടുതലുള്ള ആളുകളും കൂടി ഉണ്ട്, കുറച്ചാളുകൾ. അവരെയും കൂടി സർക്കാർ മുന്നോട്ട് കൈപിടിച്ച് കൊണ്ടുവന്ന് അവർക്കും കൂടി ഇതേമാതിരി അവരുടെ വിഷമം ആദ്യം തീർത്തു തരണം എന്നാണ് സർക്കാരിനോടും
എല്ലാവരോടും പറയാനുള്ളത്. എല്ലാം ഇതാണ് നമ്മളെ ഓരോരുത്തരുടെയും മനസ്സിലുള്ളത്. അതായത് ആ പ്രദേശത്തുള്ള ആളുകൾ ഒരമ്മ പെറ്റ മക്കളെ പോലെയായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. ഇതേപോലെ ഈ നൗഷാദ് പൂങ്കുയിൽ പറയുന്നത് പോലെ ഒരുപാട് ആളുകൾ കൂട്ടത്തോടു കൂടെ നിന്ന് ഒരു പ്ലേറ്റിൽ ഭക്ഷണം കഴിച്ച് ഒരു പായയിൽ കിടന്നുറങ്ങിയ ആളുകളാണ്. അതുപോലെ തന്നെ ഇനിയും ഇവരുടെ കൂടെയുള്ള ആളുകളും കൂടെ ഈ ലിസ്റ്റിൽ വരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ആശിക്കാം. സർക്കാർ ഇതിന് ഇടപെടും എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യാം. എല്ലാ നല്ലതിനു വേണ്ടി മാത്രമാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ. എല്ലാവരും പുനരധിവാസ ലിസ്റ്റിൽ വരികയും എല്ലാവർക്കും ജോലി ലഭിക്കുകയും ചെയ്യട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.